ഇന്ന് നമുക്ക് മാസം 1000 രൂപ മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ലൊരു സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന്റെ പേര് നിർവൃതി വേതന യോജന എന്ന പ്ലാനാണ്. ഇത് മാക്സിമം 7 വർഷത്തേക്കാണ് ഇതിലെ കാലഘട്ടം വരുള്ളൂ. 7 വർഷം നമ്മൾ മാസം 1000 രൂപ വെച്ച് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഇപ്പോൾ ഒരു മോന് പുതിയതായിട്ട് ജോലി കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മാസം 1000 രൂപ വെച്ച് ഡെബിറ്റ് ആയി പോകുന്ന രീതിയിലുള്ള പ്ലാൻ നമ്മൾ ചൂസ് ചെയ്താൽ 7ാമത്തെ വർഷം മുതൽ വരുന്ന 14 വർഷവും നമുക്ക് 1000 രൂപ വെച്ച് എല്ലാ മാസവും തിരിച്ച് കിട്ടുകയും ചെയ്യും. അതുകൂടാതെ നമ്മൾ വിഡ്രോ ചെയ്യുന്ന 21ാമത്തെ വർഷം 1 ലക്ഷം രൂപ നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടാവുന്ന രീതിയിലാണ് ഈ പ്ലാൻ പോയിരിക്കുന്നത്. ഇത് മാക്സിമം 7 വർഷമാണ് നമുക്ക് ഒരു വെയിറ്റിംഗ് പീരീഡ് വരുന്ന പ്ലാനുകൾ. 6 വർഷം 5 വർഷം എല്ലാം നമുക്ക് റെക്കറിംഗ് ആയിട്ട് നമുക്കിത് ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ FD ആയിട്ട് ഇപ്പോൾ ഒരു 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മാസവും 10000 രൂപ വെച്ച് നമ്മൾ ഈ 10 ലക്ഷം രൂപ വിഡ്രോ ചെയ്യുന്ന കാലഘട്ടം വരെ നമുക്ക് 7 വർഷം കൊണ്ട് നമുക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കും. അല്ല, 7 വർഷം ശേഷം നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ 22 ലക്ഷം രൂപയായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം. സീനിയർ സിറ്റിസൺ, ഇതിൽ പ്രായം നമുക്ക് ബാധകമല്ല, ഇത് ഇൻഷുറൻസ് കവറേജ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്ക് മാസം 12% വരെ അവർക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ബെനിഫിറ്റ് പോവുക. ഇത് കേന്ദ്ര ഗവൺമെൻറ് പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് റെക്കറിംഗ് പോലെ എല്ലാ മാസവും അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു പോകുന്ന രീതിയിലാണ് ഇത് മോൾഡ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് മന്ത്ലി കൊടുക്കാവുന്ന രീതിയിലുണ്ട്, അല്ലെങ്കിൽ നമുക്ക് FD ഇട്ടിട്ട് മാസം നമുക്ക് റവന്യൂ വാങ്ങിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഫിക്സഡ് കാലഘട്ടത്തിന് ശേഷം അതിൻ്റെ എമൗണ്ട് നേരെ ഡബിൾ ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള പ്ലാനുകളാണ് ഇതിലുള്ളത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു നിർവൃതി വേതന യോജന പ്ലാൻ 7 വർഷത്തേക്കാണ് മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. തുടർന്ന് വല്ല 14 വർഷവും നമ്മൾ അടച്ചത് അതേ തുക നമ്മൾ 10000 രൂപ വെച്ച് 7 വർഷം അടച്ചിട്ടുണ്ടെങ്കിൽ തുടർന്ന് 7ാമത്തെ വർഷം മുതൽ വരുന്ന 14 വർഷത്തേക്ക് എല്ലാ മാസവും 10000 രൂപ വെച്ച് നമുക്ക് കിട്ടുകയും ചെയ്യും. നമ്മൾ 21ാമത്തെ വർഷം ആ എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ 10 ലക്ഷം അല്ലെങ്കിൽ 11 ലക്ഷമായിട്ട് നമുക്ക് ആ സമയത്ത് അതിൻ്റെ ഫുൾ എമൗണ്ട് വീണ്ടും വിഡ്രോ ചെയ്യുന്ന രീതിയിലാണ് ഈ പ്ലാൻ എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറഞ്ഞ പൈസ 500 രൂപ 1000 രൂപ മാസം മാറ്റി വെച്ച് ഒരു കോമ്പൗണ്ടിങ് സിസ്റ്റത്തിൽ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് തിരിച്ച് കിട്ടാനും എപ്പോൾ വേണമെങ്കിലും നമുക്കത് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷനുള്ള നല്ല പ്ലാനാണ്. അപ്പോൾ നമ്മുടെ ജോലി കിട്ടിയ പുതിയ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും കുറച്ച് പൈസ മാറ്റി വെച്ചിട്ട് നമുക്ക് നല്ലൊരു സേവിങ്സിനുള്ളൊരു പദ്ധതിയാണത്. അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.